ഇടതുപക്ഷത്തിന് വേരോട്ടമുള്ള ഭൂമി എന്ന് പറയുമ്പോൾ പോലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവിടെ പലപ്പോഴും കെ ബാബു എന്ന ആൾ തന്നെ അവിടെ മത്സരിച്ച് വിജയിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ തൃപ്പൂണിത്തുറയുടെ ഒരു തെരഞ്ഞെടുപ്പ് പിച്ച് 2016 നമ്മൾ പോകുമ്പോൾ ആ തെരഞ്ഞെടുപ്പാണ് വലിയ തോതിൽ അട്ടിമറി സൃഷ്ടിച്ച ഒരു തെരഞ്ഞെടുപ്പ് എന്നത് എടുത്തു പറയേണ്ടത്. അവിടെ ആയിരുന്നു എം സ്വരാജ് 62,697 വോട്ടുകൾ നേടിക്കൊണ്ട് കെ ബാബുവിനെ പരാജയപ്പെടുത്തിയത്. 58,230 വോട്ടുകളാണ് ആ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന പ്രൊഫസർ തറവൂർ വിശ്വംഭരൻ, അദ്ദേഹത്തിന് ഒരു വലിയ ശിഷ്യഗണം കൂടിയുണ്ട് എന്നത് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭേദപ്പെട്ട വോട്ട് എന്ന് പറയാം. 29,000-ലധികം വോട്ടുകൾ നേടാൻ 2016 തെരഞ്ഞെടുപ്പിൽ സാധിച്ചു. അത് പൊതുവിൽ വലിയ തോതിൽ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരുമായി ബന്ധപ്പെട്ട ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സാഹചര്യത്തിൽ അടക്കം, അതായത് വലിയ വിമർശനങ്ങളൊക്കെ നേരിട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനുശേഷം വന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിൽ ആരോപണങ്ങൾ നേരിട്ടതിൽ കെ ബാബുവും ഉണ്ടായിരുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. ബാർക്കോഴ അഴിമതി ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടി ആയിരുന്നു 2016 എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ തെരഞ്ഞെടുപ്പിലാണ് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള എം സ്വരാജിനെ രംഗത്ത് ഇറക്കി ആ മണ്ഡലം പിടിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചത്. അന്ന് ഏറ്റവും നല്ല പ്രതിച്ഛായ ഇമേജൊക്കെയുള്ള ചാനൽ ചർച്ചകളിലടക്കം സജീവമായിരുന്ന ആൾ കൂടിയായിരുന്നു എം സ്വരാജ് എന്നത് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ 2021 വന്നപ്പോൾ ഒരു തനിയാവർത്തനം തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ. BJPയുടെ സ്ഥാനാർത്ഥി മാത്രമാണ് മാറിയത്. കെ ബാബു, എം സ്വരാജ്, ഒപ്പം BJPയുടെ സ്ഥാനാർത്ഥിയായി ഡോക്ടർ KS രാധാകൃഷ്ണൻ കൂടി രംഗത്ത് എത്തുന്ന സാഹചര്യം. ആ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ ബാബുവിൻ്റെ തിരിച്ചുവരവ് 65,000-ലധികം വോട്ടുകൾക്ക്, തൊട്ടടുത്ത് 64,883 വോട്ടുകൾ അവിടെ സ്വരാജിന് നേടാൻ സാധിച്ചു എന്നത് എടുത്തു പറയണം. ഒപ്പം BJP ആകട്ടെ 23,756. കാര്യമായ മാറ്റമൊന്നും BJPയുടെ അക്കൗണ്ടിൽ സംഭവിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ ഒരു കാര്യമൊന്ന് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്, 2021 തെരഞ്ഞെടുപ്പിൽ 1000-ൽ താഴെ വോട്ടുകൾക്ക് 900-ൽ സംതിങ് വോട്ടിന് ആണ് അവിടെ പരാജയപ്പെട്ടത് എം സ്വരാജ് എന്നത് മാത്രവുമല്ല, ആ തെരഞ്ഞെടുപ്പ് ഫലം കോടതി കയറിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതായത് അയ്യപ്പൻ്റെ പേരിൽ വോട്ട് ചോദിച്ചു, മതചിഹ്നം ദുരുപയോഗം ചെയ്തു, ചില കുറിപ്പുകൾ, നോട്ടീസുകളൊക്കെ ഇത്തരത്തിൽ ഇറക്കി. അങ്ങനെയാണ് കെ ബാബു വിജയിച്ചത്. അതുകൊണ്ട് തന്നെ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലടക്കം കയറിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയായിരുന്നു. പക്ഷേ ബാബുവിന് അനുകൂലമാകുന്ന വിധി പ്രസ്താവമാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അങ്ങനെ MLA ആയി തുടരുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആ വോട്ട് കണക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വളരെ കുറവ് വോട്ടുകൾക്ക് മാത്രമാണ് കെ ബാബുവിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയത്തിലേക്ക് തിരികെ എത്താൻ സാധിച്ചത് എന്നതാണ്. ഇനി ഈ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അതായത് തൃപ്പൂണിത്തുറ എന്ന ഈ നിയമസഭാ മണ്ഡലം ഏതൊക്കെ പ്രദേശങ്ങളെയാണ് കവർ ചെയ്യുന്നത്? അതിലെടുത്തു പറയേണ്ടത് കുമ്പളം, എരൂർ എന്നീ മേഖലകൾ ആണ്. അത് UDFൻ്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് പൊതുവെ വിലയിരുത്താവുന്ന പ്രദേശങ്ങളാണ്. പിന്നീട് പള്ളുരുത്തി, കച്ചേരിപ്പടി, തൃപ്പൂണിത്തുറ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ ടൗൺ, ഉദയംപേരൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം എന്നതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 1000-ൽ താഴെ വോട്ടുകൾക്കാണ് എങ്കിലും കെ ബാബു വിജയിച്ചൊരു പശ്ചാത്തലം ഗൗരവമുള്ളതാണ്. കാരണം വലിയ തരംഗം ഇടതുപക്ഷത്തിനുണ്ടായൊരു തെരഞ്ഞെടുപ്പ് ആയിരുന്നു. അവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഇടങ്ങളിലും കെ ബാബുവിനായിരുന്നു വോട്ട് വീതം വർദ്ധിച്ചത് എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറയെ ശ്രദ്ധേയമാക്കിയത്. വലിയ തരംഗമുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിലും കെ ബാബുവിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി എന്നതാണ് ഡേറ്റ. ഇനി നമുക്ക് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ദിവസങ്ങൾക്ക് മുമ്പ് സമാപിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം കൂടി ഒന്ന് പരിശോധിക്കുമ്പോഴാണ് രസകരമായ മറ്റൊരു കണക്ക് കാഴ്ചവെക്കാനുള്ളത്. അവിടെയും UDFന് ലഭിച്ചത് 54,662 വോട്ടുകളാണ്. LDFന് ലഭിച്ചത് 54,419 വോട്ടുകളാണ്. NDA നില മെച്ചപ്പെടുത്തി. കഴിഞ്ഞ 2 ഡേറ്റകളിൽ നമ്മൾ കണ്ടത് 23,000-ഓളം വോട്ടുകളാണ് എങ്കിൽ 27,000 വോട്ടുകൾ എന്ന നിലയിലേക്ക് തൃപ്പൂണിത്തുറയിൽ NDAയുടെ വോട്ട് വിഹിതം വർദ്ധിച്ചു. അപ്പോൾ UDFൻ്റെ ലീഡ് എന്നത് ഇപ്പോഴും തുച്ഛമായ അക്കങ്ങളിൽ നിൽക്കുന്നു. അതായത് കേവലം 243 വോട്ടുകൾ. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഡേറ്റയാണിത്. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 243 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് അവിടെ UDFനുള്ളത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 900-ലധികം വോട്ടിൻ്റെ ലീഡ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ
തൃപ്പൂണിത്തറ എന്നത് ഇത്തവണയും ഇഞ്ചോടിഞ്ചു മത്സരം കാഴ്ചവെക്കാൻ സാധ്യതയുള്ള ഒരു ഇടം കൂടിയാണ്. അതാണ് അതിൻ്റെ രാഷ്ട്രീയം. ആ വിശദാംശങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. TG സജിത്ത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സജിത്ത്, അവിടെ തൃപ്പൂണിത്തറയിൽ UDFന്റെ സ്ഥാനാർത്ഥികൾ ആരാകുമെന്നതിൽ വ്യക്തതയില്ല. കെ ബാബു സമ്മതം മൂളുന്നുവെങ്കിൽ മറ്റൊരു പേരിന് സാധ്യതയില്ല. ഇല്ലായെങ്കിൽ രാജു പി നായരോ രമേശ് പിഷാരടിയോ ഒക്കെ എത്താം. പക്ഷേ അതിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം നോക്കൂ. ഒരു ഇഞ്ചോടിഞ്ച് മത്സരം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ മേൽക്കൈ ഉണ്ടായെങ്കിൽ പോലും ഇപ്പോഴും വോട്ട് വിഹിതത്തിൽ നേരിയ കുറവാണ് കോൺഗ്രസുമായി ഉള്ളത്. കേവലം 240-ലധികം വോട്ടുകൾ. അപ്പോൾ രാഷ്ട്രീയമായി ഒരു വലിയ ഫൈറ്റിന് സാധ്യതയുണ്ട്. അവിടെയാണല്ലോ എതിരാളികൾ ആരാകും എന്നത് കോൺഗ്രസിന് നിർണായകമാകുന്നത്. തീർച്ചയായിട്ടും അഭിലാഷ് പ്രസക്തമാണ് ഈ കണക്കുകൾ. മാത്രമല്ല, കോൺഗ്രസിനെ കുഴയ്ക്കുന്ന ഒരു വിഷയം കൂടിയാണിത്. അതായത് UDFന്റെ കോൺഗ്രസിൻ്റെ ഇത്തവണത്തെ തീരുമാനം ഇതാണ്. കോൺഗ്രസിൻ്റെ എല്ലാ സിറ്റിംഗ് MLA-മാർക്കും ഇത്തവണ സീറ്റ് ഉണ്ടാകും. അത് അവർക്ക് ഏറെക്കുറെ ധാരണയുണ്ടായ കാര്യമാണ്. പക്ഷേ രണ്ട് കാര്യങ്ങളിൽ മാറ്റമുണ്ടാകും. ഒന്ന്, പാലക്കാട് രാഹുൽ മാങ്കൂട്ടം സീറ്റ് നൽകില്ല. മറിച്ച് മറ്റൊന്ന് തൃപ്പൂണിത്തറയാണ്. തൃപ്പൂണിത്തറയിലെ തീരുമാനം കെ ബാബുവിന് തന്നെ കോൺഗ്രസ് നേതൃത്വം വിട്ടുകൊടുത്തിരിക്കുകയാണ്. കെ ബാബു മത്സരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ബാബു തന്നെ മത്സരിക്കട്ടെ. കാരണം കെ ബാബുവിന് ആരോഗ്യ പ്രശ്നമുണ്ട്. പാർട്ടിയിലെ ചില നേതാക്കളോട് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ തനിക്ക് ഇനി ഓടി നടക്കാൻ ബുദ്ധിമുട്ട് എന്ന ഒരു വികാരം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹം സ്വയം പിൻവാങ്ങിയാൽ മാത്രമേ മറ്റൊരു ചോയ്സിലേക്ക് കോൺഗ്രസിൽ പ്രസക്തിയുള്ളൂ എന്ന കാര്യമാണ്. അത് രണ്ട് കാരണങ്ങൾ കൂടിയാണ്. ഒന്ന്, കെ ബാബുവിനെ തള്ളി കോൺഗ്രസിന് തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നൊരു കാരണം. മറ്റൊന്ന്, കെ ബാബു ഇല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുമോ എന്ന ഒരു സംശയം കോൺഗ്രസിനെ കുഴയ്ക്കുന്നു എന്നതാണ്. ആ മണ്ഡലത്തിൻ്റെ പൊതുവായ ചിത്രമാണ്. അഭിലാഷ് പറഞ്ഞുപോയ രാഷ്ട്രീയ ചിത്രമാണ്. ഒരുപക്ഷേ എറണാകുളം ജില്ലയിൽ ഇടതുപക്ഷത്തിന് CPM-ന് ഏറ്റവും അധികം സംഘടനാ മികവുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ് തൃപ്പൂണിത്തറ എന്നതാണ് ചിത്രം. കാരണം സംഘടനാ തലത്തിൽ അത്ര മേൽക്കോയ്മയുണ്ട്. ചില തദ്ദേശ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയോ കണക്കുകളിലൊക്കെ ചില മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ കൂടിയും സംഘടനാ തലത്തിൽ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കോയ്മയുള്ള ഒരു ഇടമാണ്. പക്ഷേ കെ ബാബു എന്ന ഒരു വ്യക്തിയുടെ പ്രഭാവത്തിൽ അവിടെ കോൺഗ്രസ് വിജയിച്ചു വരികയാണ്. ആ ഒരു ഇടത്ത് ബാബു അല്ലെങ്കിൽ എങ്ങനെ വിജയിക്കുമെന്ന ചോദ്യമുണ്ട്. മറ്റൊന്നുകൂടി ഉണ്ടത്, സംസ്ഥാനത്ത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരിടമാണ്. അവിടെ BJPയുടെ വോട്ട് ശതമാനം സ്വാഭാവികമായും ജയപരാജയങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. തുറവൂർ വിശംബരം സമാഹരിച്ച വോട്ടുകൾ നമുക്കറിയാം. കഴിഞ്ഞ തവണ നമുക്കറിയാം ഈ സ്വരാജ് പരാജയപ്പെട്ടപ്പോഴും അവിടെ BJPയുടെ വോട്ടുകൾ ബാബു പിടിച്ചു. കെ ബാബു പിടിച്ചതുകൊണ്ടാണ് തോറ്റത് എന്നൊരു കണക്കെടുപ്പാണ് പിന്നീട് വന്നത്. കാരണം സ്വരാജിൻ്റെ പരാജയത്തിന് ഇടവെച്ചതും BJP കോൺഗ്രസ് ഒത്തുകളി എന്ന രാഷ്ട്രീയ ആക്ഷേപവും വിവാദങ്ങളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. അങ്ങനെ BJP സമാഹരിക്കുന്ന വോട്ടുകൾ നിർണായകമായ ഒരു ഇടമാണ്. ഈ സാഹചര്യങ്ങളൊക്കെയാണ് കോൺഗ്രസിനെയും കുഴയ്ക്കുന്ന വിഷയം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടിയുണ്ട്, അതൊരു സാമുദായിക ഇക്വേഷനാണ്. കെ ബാബു ഒരു ഈഴവ കാൻഡിഡേറ്റാണ്, ഈഴവ സമുദായ പ്രതിനിധിയാണ്. അപ്പോൾ കെ ബാബുവിനെ മാറ്റി മറ്റൊരു സമുദായാംഗത്തെ അവിടെ കൊണ്ടുവരുന്നതിലും കോൺഗ്രസിൽ ആശയക്കുഴപ്പമുണ്ട്. കാരണം ഒരു ഈഴവ മുഖം ആണ് ബാബു എന്നതിനപ്പുറത്തേക്ക് അത് ഈഴവ മേഖലകളിൽ കോൺഗ്രസിൻ്റെ പൊതുവിൽ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ മോശമാക്കാൻ ആ തീരുമാനം ഇടവയ്ക്കുമോ എന്നൊരു കുഴയ്ക്കുന്ന വിഷയം കൂടി കോൺഗ്രസിന് മുന്നിലുണ്ട്. അങ്ങനെ സങ്കീർണമായ സാഹചര്യങ്ങൾ അവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് മുന്നിലുണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. കെ ബാബു അല്ലെങ്കിൽ ആ മണ്ഡലം ലക്ഷ്യം വെക്കുന്ന പല മുഖങ്ങളുണ്ട്. രാജു പി നായർ അതിലൊരു മുഖമാണ്. ഒപ്പം രമേശ് പിഷാരടി മത്സരിക്കാനുള്ള സാധ്യത. രമേശ് പിഷാരടിയൊക്കെ പലരുമായുള്ള ആശയവിനിമയത്തിൽ, സ്വകാര്യ ആശയവിനിമയത്തിലൊക്കെ താൻ മത്സരിച്ചേക്കാം, തനിക്ക് താല്പര്യമുണ്ട് എന്ന സാധ്യതയൊക്കെ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എറണാകുളത്തെ ജില്ലാ നേതൃത്വം രമേശ് പിഷാരടിയെ പിന്തുണയ്ക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ബാബു ഒഴിഞ്ഞാൽ അവിടെ പല ആഗ്രഹക്കാരുമുണ്ട്, സ്ഥാനാർത്ഥി മോഹികളുമുണ്ട് എന്നതാണ് ചിത്രം. പക്ഷേ പന്തിപ്പോഴും കെ ബാബുവിൻ്റെ കോർട്ടിലാണ്. ബാബു തീരുമാനിക്കും ആര് മത്സരിക്കണമെന്ന കാര്യം, അല്ലെങ്കിൽ താൻ മത്സരിക്കുമോ എന്ന കാര്യം. കെ ബാബുവിൻ്റെ താല്പര്യം കൂടി പരിഗണിച്ചായിരിക്കും ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണ്ണയം എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കെ ബാബു എന്ന വ്യക്തി പ്രഭാവത്തിലാണ് ആ നിയമസഭാ മണ്ഡലം നിലനിർത്തി പോകുന്നത് എന്ന കണക്കെടുപ്പാണ് കോൺഗ്രസിൻ്റെ. നിലവിൽ സിറ്റിംഗ് MLA-മാർക്ക് പരമാവധി മത്സരത്തിന് വീണ്ടും അവസരം നൽകുക എന്നത് തന്നെയാണ് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള തീരുമാനമെങ്കിൽ പോലും കെ ബാബുവിനെ പോലെ ഉള്ളവർക്ക്, അതായത് ആരോഗ്യ പ്രശ്നങ്ങളടക്കം നേരത്തെ ചൂണ്ടിക്കാണിച്ചവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന ഒരു നിലപാട് കൂടി പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്നറിയാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ തൃപ്പൂണിത്തറയിലെ UDF സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് കെ ബാബുവിൻ്റെ തന്നെ തീരുമാനം ആയിരിക്കും. തൃപ്പൂണിത്തറയിൽ എന്നല്ല, കേരളത്തിലുടനീളമുള്ള മണ്ഡലങ്ങളിലെ ഈഴവ വോട്ടുകളെ ഒപ്പം നിർത്താനാണ് BJPയുടെ ശ്രമം.